ഹലോ ഹായ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് മുളക് അച്ചാറാണ് കേട്ടോ. ഇത് പച്ചമുളക് വെച്ചിട്ടാണെങ്കിലും ചുവന്ന മുളക് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ അധികം ചുവന്ന മുളക് കിട്ടിയിട്ടുണ്ട്. അധികം എരിവില്ലാത്ത ചുവന്ന മുളകാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പിക്കിളാണ്. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് അതായത് 1/2 കിലോളം വരുന്ന ചുവന്ന മുളകാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ ഈ എണ്ണയിലിട്ടൊന്ന് വറുക്കുന്നത്. ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ വേറൊരു ബൗളിലേക്ക് ഈ വറുത്തെടുത്ത മുളകെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം ഒരു വലിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി, എന്നിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ചോപ്പറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി പുളി വേണമെങ്കിൽ നമുക്കിതിൽ ആഡാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പുളിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുളകിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഉപ്പിൻ്റെ പോരായ്കയുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പോളം ശർക്കര ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഉരുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പച്ചമുളകല്ല, ചുവന്ന മുളക്. ഇനി ഇത് കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റി കുറുകി വരണം. അതാണ് കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മുളക് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ എരിവും പുളിയും മധുരമൊക്കെ ഒന്ന് കയറിയിട്ട് അടിപൊളി ഒരു പ്രത്യേക ടേസ്റ്റായിട്ടുള്ളൊരു മുളക് പിക്കിളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. അച്ചാറാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഉലുവയും കായപ്പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പിക്കിൾ. ഒരു 1.5-2 മാസത്തോളം നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ അതിനും കൂടുതൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. തണുത്തപ്പത്തേനും കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത്. നല്ല നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പിക്കിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.